Hello everyone, welcome back to a new video. Today we'll be discussing a concept in ELT which is evaluation. In this video we'll be looking at what an evaluation is, how is it different from measurement, and the importance and the principles or values involved in evaluation. These are some of the topics that we will be looking at in this video. So, when it comes to any language learning, the teacher has to measure a student's performance. And there are different measures in evaluating a student's performance, and these include measurement and evaluation. So, let's look at the difference between the two. Measurement അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അസൈനിങ് ന്യൂമറിക്കൽ വാല്യൂ ടു എ ക്വാണ്ടിറ്റി ഓർ എ വേരിയബിൾ. അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ നമ്മൾ മാർക്സ് ഇട്ട് കൊടുക്കുന്നു. മാർക്കിൻ്റെ ബേസിസിലായിരിക്കും ആ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് ആ ഒരു ടീച്ചർ അളക്കുന്നത്. അതാണ് മെഷർമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഡെഫിനേഷൻ. ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ മച്ച്, എത്ര മാർക്ക് നേടി അല്ലെങ്കിൽ എത്ര ഗ്രേഡ് നേടി, അങ്ങനെ ഒരു മെഷർമെൻറ്റ് ഉപയോഗിച്ചാണ് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ്, അത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോ കരിക്കുലർ ആയിക്കോട്ടെ എന്താണെങ്കിലും ആ ഒരു പെർഫോമൻസ് അളക്കുന്നത് അങ്ങനെയാണ്. ഹൗ മച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ന്യൂമറിക്കൽ വാല്യൂസ് ലൈക്ക് മാർക്സ് ആൻഡ് ഗ്രേഡ്, അതാണ് മെഷർമെൻറ്റ് വരുന്നത്. ഇവാലുവേഷൻ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് മെഷർമെൻറ്റ് ഇൻ ഇറ്റ്. ഇറ്റ് ഈസ് എ ഹോൾ പ്രോസസ് ഓഫ് മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ടേക്കിംഗ് ഡിസിഷൻ. The judgment is based on measurements made referring to pre-established standard or norm. അതായത് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ ആക്ട് ഓഫ് ജഡ്ജിങ് ദ വാല്യൂ ഓഫ് സംതിങ്. മെഷർമെൻറ്റിൽ ക്വാണ്ടിഫയബിൾ ആയിട്ടൊരു കാര്യം മാത്രമേ വരുന്നുള്ളെങ്കിലും ഇവാലുവേഷനിൽ നമ്മൾ ജഡ്ജ് ചെയ്യുകയാണ് ആ ഒരു വാല്യൂ. ആ ഒരു ഒബ്ജക്റ്റ് ആയിക്കൊള്ളട്ടെ, ഒരു പേഴ്സൺ ആയിക്കൊള്ളട്ടെ, ഇവാലുവേഷനെ പറയുന്നത് നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്, ജഡ്ജ് ചെയ്യുകയാണ്. And it is an essential part of teaching learning process because it is a planned continuous activity. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും രണ്ടും ഡിഫറെൻ്റ് ആണോ, രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ മെഷർമെൻറ്റും ഇവാലുവേഷനും രണ്ടും തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അളക്കാൻ ടീച്ചർ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആകെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മെഷർമെൻറ്റ് ഇസ് ക്വാണ്ടിഫയബിൾ, ഇവാലുവേഷൻ ഇസ് നോട്ട്. രണ്ടും ഇവാലുവേഷൻ്റെ ഉള്ളിൽ മെഷർമെൻറ്റ് വരുന്നതാണ്. കാരണം ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ്, ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ ആ ഒരു പ്രോഗ്രസ് കാർഡിൽ നിറച്ചും മെഷർമെൻറ്റ്സ് ആയിരിക്കും. ആ കിട്ടിയ സബ്ജക്റ്റിൽ ടെസ്റ്റുകൾ നടത്തിയപ്പോഴും എക്സാം നടത്തിയപ്പോഴും ഒക്കെ കിട്ടിയ മാർക്കിൻ്റെ ഒരു കാര്യങ്ങളായിരിക്കും പ്രോഗ്രസ് കാർഡിലുള്ളത്. അതാണ് മെഷർമെൻറ്റ്. ആ ഒരു മാർക്ക് വെച്ചിട്ട്, ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് എത്ര എത്തി, എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റിൽ എക്സൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വീക്കാണോ, കൂടുതൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നു, ഡിസിഷൻ എടുക്കുന്നു. ആ കുട്ടിക്ക് ഇനി റെമഡിയൽ ക്ലാസ് എടുക്കണോ അല്ലെങ്കിൽ ഈ ഒരു പേസ് തന്നെ മതിയോ, ആ ഒരു പ്രോസസ്സാണ്, ജഡ്ജ് ചെയ്യുന്ന, ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സാണ് ഇവാലുവേഷൻ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. Now we will be looking at what is the need for evaluation. ശരിക്കും ഒരു ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയവും വരാം. അപ്പോൾ ഇവാലുവേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ് ആക്സസ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിലൊരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് ഇവാലുവേഷൻ കൊണ്ടുള്ളൊരു ആവശ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ പെർഫോമൻസും ഇവാലുവേഷൻ വഴി അളക്കാൻ പറ്റും. ടീച്ചർ നല്ല രീതിയിലാണോ സബ്ജക്റ്റ് എടുക്കുന്നത്, കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് ഔട്ട്കം കൂടി ഇവാലുവേഷനിലൂടെ നമുക്ക് അറിയാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഡേറ്റ ഗാദറിംഗ് ടെക്നിക് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ആക്ഷൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ലേണിംഗ്. ഇവാലുവേഷനിലൂടെ തന്നെ സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ടീച്ചറിന് അറിയാൻ പറ്റും. സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ചേഞ്ച് വേണമോ, ഇമ്പ്രൂവ്മെൻറ്റ് വേണമോ എന്നുള്ള രീതിയിൽ ടീച്ചറിന് മനസ്സിലാകും. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ഒരു ഫീഡ്ബാക്കിലൂടെ തന്നെ ടീച്ചർ സബ്ജക്റ്റ് എടുക്കുന്നത് എത്രത്തോളം എഫക്റ്റീവാണ്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് സ്റ്റുഡൻറ്റ് ഇവാലുവേഷനിലൂടെ ടീച്ചറിന് മനസ്സിലാവും. സോ ദ വാല്യൂ ഓഫ് ഇവാലുവേഷൻ ഇൻക്ലൂഡ് ഇറ്റ് ഹെൽപ്പ് ഡയഗ്നോസ് പീപ്പിൾസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. It provides feedback. It acts as a spur to learning because tests are good
teaching devices. And it is a continuous one, and it enables them to judge their progress from time to time. Examples are examinations, and they determine the method of teaching followed in schools. ഇതൊക്കെയാണ് ഇവാലുവേഷൻ്റെ ഒരു വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ്. ഇവാലുവേഷൻ ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡാണ് ടെസ്റ്റും എക്സാമിനേഷനും ഫീഡ്ബാക്കും എല്ലാം. ഇൻഡയറക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടും ഇവാലുവേഷൻ നടത്താൻ സാധിക്കും. അതെങ്ങനെയാണ്? ഒരു ക്ലാസ് റൂം ഡിസ്കഷനിലൂടെ, അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ, അല്ലെങ്കിൽ ടീച്ചർ ഇൻഫോർമേഷൻ, ഒബ്സർവേഷൻ, അങ്ങനത്തെ രീതിയിലെല്ലാം തന്നെ ഇവാലുവേഷൻ നടത്താൻ പറ്റും. കാരണം ഇപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഒരു കുട്ടിയോട് എണീറ്റ് വായിക്കാൻ പറയുമ്പോൾ ആ കുട്ടി വായിക്കുന്ന രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിക്ക് എത്രമാത്രം നല്ല വൊക്കാബുലറി ഉണ്ട്, പ്രൊനൗൺസിയേഷൻ സ്കിൽസ് എങ്ങനെയുണ്ട്, വായിക്കുന്ന പേസ് സ്പീഡ് കറക്റ്റാണോ എന്നെല്ലാം തന്നെ ടീച്ചറിന് മനസ്സിലാവും. അതുപോലെ തന്നെ ക്ലാസ് റൂം ഡിസ്കഷൻ നടത്തുമ്പോഴും എത്ര കുട്ടികളാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, എത്ര പേരാണ് നല്ല രീതിയിൽ ചിന്തിച്ച് ആൻസർ പറയുന്നത്, എത്ര വെറൈറ്റി ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്, എത്ര ഡിഫറെൻറ്റ് പോയിന്റുകളാണ് അവർ പറയുന്നത് എന്നൊക്കെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ ടീച്ചറിന് പറ്റും. അങ്ങനത്തെ രീതിയിൽ ഓറൽ റിട്ടൺ വർക്ക്സ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കുട്ടിയുടെ ലിസ്ണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് സ്കിൽസ് എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. And such is the informal techniques in which evaluation can happen. So this is a brief analysis on evaluation. We talked about what an evaluation is. It is simply the act of judging the value of something, and it is the process of examining a subject and rating it on the basis of its important feature. We talked about how it is an important feature when it comes to learning, teaching, atmosphere, how it is different from measurement, and the basic values or principles included in it, and the importance of evaluation. So I hope this was clear, and we'll be discussing more on evaluation in the coming video. So stay tuned, and till then, take care. Thank you.